എനിക്ക് പ്രാന്താണ് ഇല്ലെന്നുള്ളത് സത്യം. അംജുക്കൊക്കെ സത്യാണ്. അംജുക്ക് ഞാൻ കുറച്ച് പബ്ലിക്കിലൊക്കെ ഇറങ്ങുമ്പോ ഞാൻ കുറച്ച് വലിയും. ഇപ്പൊ അംജുക്ക എന്ന് പറയുന്നത് അതൊന്നുമല്ല. അംജുക്ക എന്ന് പറയുന്നത് അംജുക്കാക്ക് എന്താ, ഞാൻ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും അല്ല. എന്റെ എന്റെ പെണ്ണ് എനിക്ക് ചങ്കുറ്റുകൊണ്ട് വളർത്താനും സ്നേഹിക്കാനും. സോ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹർ. അംജുക്കാക്ക് ഞാൻ കുഞ്ഞാണ്. അതാണ് എനിക്ക് ഇടയ്ക്ക് തോന്നും. അംജുക്കാക്ക് ഇതാണ് ഈ കുട്ടികളെ നമ്മൾ പറയില്ലേ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുടിയൊക്കെ ചീരിക്കാൻ ഡ്രയറൊക്കെ. എനിക്ക് ഈ ഡ്രയർ രാസ്നാഥ്, ഞാൻ എന്റെ ജീവിതത്തിൽ രാസ്നാഥി പൊടി ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. ഇതുവരെ അംജുക്ക കൂടി കഴിഞ്ഞ് രാസ്നാഥി, അംജുക്ക യുകെയിലാണ് അവിടെ ഇവിടെ ഒക്കെ വളർന്നെങ്കിൽ അംജുക്കാട് ചില അംജുക്ക യുകെയിൽ വരെ രാസ്നാഥി പൊടി ഇടുമായിരുന്നു അംജുക്ക. അപ്പൊ അംജുക്ക ഫസ്റ്റ് കൂളി കഴിഞ്ഞാൽ അംജുക്ക രാസ്നാഥി പൊടി ഇടും. അത് കഴിഞ്ഞ് ഞാൻ വന്നെങ്കിൽ എനിക്ക് രാസ്നാഥി പൊടി ഇട്ട് അംജുക്ക. പക്ഷെ കറക്റ്റ് നല്ല നാട്ടിൻ പുറത്ത് പല കാര്യങ്ങളും അംജുക്ക എന്താ ശരിക്കും ഒരു 90s കിഡ് എന്ന് എനിക്ക് തോന്നാറുണ്ട് അംജുക്കാനെ കാണുമ്പോ. മൂടിയായിട്ടുള്ള ആളാരാണ്? എന്താ ഈ അടുത്തുണ്ടായ ഒരു മൂടി ഇൻസിഡന്റ്? ആ മൂവ്മെന്റിൽ ചിലപ്പോ എന്തെങ്കിലും വരുമ്പോ ലൈക്ക് ഞാൻ ഇപ്പൊ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തുണ്ട്, ഞാൻ അപ്പൊ തന്നെ പറയും. അപ്പൊ ആരാണെങ്കിലും എനിക്ക് ഞാൻ ഇതാക്കും. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് സങ്കടം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം 2 മിനിറ്റിന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ ആള് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പറഞ്ഞാൽ അങ്ങനെയല്ല, ചിലപ്പോ ഒന്നും പറയത്തില്ല. ചിലപ്പോ ഞാന് ദേഷ്യപ്പെടുത്തില്ല, എന്റെ നോട്ടത്തിലാവും. അല്ലെങ്കിൽ ചിലപ്പോ സംസാരത്തിൽ ആ ഒരു സൗണ്ട് ഇടറിയാലോ ഞാൻ ഒരിക്കലും ദേഷ്യം പിടിക്കില്ല. ഞാൻ പൊട്ടിത്തെറിക്കുക അതല്ല, ഞാൻ ഭയങ്കര സൈലന്റ് ആവും. ഞാൻ ഒന്നും മിണ്ടത്തില്ല, ഞാൻ ഭയങ്കര സൈലന്റ് ആവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, അംജു എന്ന് പറയുന്ന ആള് എപ്പോഴും എന്നെങ്കിലും സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് അപ്പൊ തൊട്ടിട്ട് ഇപ്പൊ വരെ ഒരേപോലെയായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അംജുക്കാരുടെ മുഖം ചെറുതായിട്ട് എനിക്ക് എന്തെങ്കിലും ഇത് വായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. അത് അപ്പൊ തൊട്ട് ഇങ്ങനെ ആ ഒരു ഇതാണ്, ആ ഒരു ഇത്. അപ്പൊ ഞാൻ ഇങ്ങനെ സൈലന്റ് ആവും. സൈലന്റ് ആയി അംജുക്കാക്ക് സഹിക്കൂല. ആ ഒരു 2 മിനിറ്റ് ആണെങ്കിലും അംജുക്കാക്ക് ആകെ അതെ ഷോർട്ട് ടെമ്പർ ആരാണ്? സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ ഷോർട്ട് ടെമ്പേർഡ്. ബട്ട് റൈറ്റ് നൗ എവരിതിങ് ഞാൻ പരിചയപ്പെട്ടിട്ട് അല്ല, അംജുക്ക മുമ്പ് അംജുക്കാരുടെ വീട്ടിലെല്ലാവരും എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ പപ്പയും അമ്മയും അനിയനൊക്കെ പറഞ്ഞത് അംജുക്ക ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്. അവർ എന്നോട് ആദ്യത്തിലേ പറഞ്ഞത് അങ്ങനെ, ഭയങ്കര ദേഷ്യക്കാരനാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു ക്യാരക്ടറാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് അംജു പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നോടല്ല പൊട്ടിത്തെറിച്ചേക്കുന്നത്, വേറെ അവിടെ UK അവന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം. അപ്പൊ പണ്ടത്തെ ഇങ്ങനെ അഫ്സൊക്കെ ഇങ്ങനെ കഥ പറയാറുണ്ട്, അംജുക്കാരുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് അംജുക്ക ദേഷ്യപ്പെട്ടാലും ഹിലമോളെ എന്നുള്ളതാ. ആ മോള് തൊട്ടിട്ടുള്ള കളിയില്ലെങ്കിലും ശബ്ദത്തിന്റെ ഒരു ഇതുണ്ടാവും, ഹിലമോളെ. അത് ഇങ്ങനെ എടുക്കാവോ? ഹിലു ഹിലു